അടുത്ത വിഷയം, കോഴിക്കോട് സഹോദരിമാർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു എന്ന് പറയുന്നൊരു വാർത്ത നിങ്ങളിന്ന് കേട്ട് കാണും. ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ വാർത്ത ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട അന്ന് അവിടെ സംസാരിച്ച ആ ഒരു വ്യക്തി, റിയാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ നമുക്കൊന്ന് ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ആ വാർത്ത എന്താണെന്നൊന്ന് കാണുന്നത് നന്നായിരിക്കും. ഓക്കെ. പ്രസ്ഥാനവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന്റെ പേരിൽ സഹോദരിമാർക്ക് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള കൊരൂർ ത്വരീഖത്ത് നേതൃത്വം ഭ്രഷ്ട് കൽപ്പിച്ചതായി പരാതി. മലപ്പുറം കിഴിശ്ശേരി സ്വദേശികളാണ് കുടുംബ വിലക്കിന് ഉൾപ്പെടെ വിധേയരായത്. കഴിഞ്ഞ ദിവസം കുടുംബ വീട്ടിലെത്തിയപ്പോൾ ഒരു സംഘം കയ്യേറ്റത്തിന് ശ്രമിച്ചെന്നും സഹോദരിമാർ പോലീസിൽ പരാതിപ്പെട്ടു. ഇസ്ലാം മതത്തിൽ ഒരു ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പിൻപറ്റി ജീവിക്കുന്നവരാണ് ത്വരീഖത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിഴിശ്ശേരി സ്വദേശികളായ ഷിബില, ലുബ്ന, ഭർത്താവ് റിയാസ് എന്നിവരാണ് പരാതിക്കാർ. നേരത്തെ ഇവർ കൊടുവള്ളി പുത്തൻ വീട്ടിൽ ആസ്ഥാനമായുള്ള കൊരൂർ ത്വരീഖത്തിന്റെ അനുയായികളായിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആ ബന്ധം ഉപേക്ഷിച്ചു. പിന്നാലെ നേരിട്ടത് വലിയ പീഡനമെന്നാണ് ആരോപണം. ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ്. പുറത്ത് വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ലുബ്നയും സഹോദരി ഷിബിലയും സ്വന്തം അമ്മയെ കാണാൻ കിഴിശ്ശേരിയിലെ ജൂലൈ 1 രാത്രി 9 മണിയോടെ ത്വരീഖത്തിന്റെ അനുയായികൾ സംഘടിക്കുകയും കയ്യേറ്റം ചെയ്തെന്നും പരാതിയുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ പാരൻസിൻ്റെ വീട്ടിലേക്ക് പോയി. പാരൻസ് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല, പക്ഷേ പ്രസ്ഥാനം അനുവദിക്കുകയില്ല, അതുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിന് അനുമതി വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അനുമതി വാങ്ങാൻ പോയപ്പോൾ അവർ കൊടുത്തിട്ടില്ല. മാത്രമല്ല അവരെയും ഭ്രഷ്ട് കൽപ്പിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അവരതിന് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മുതിരുകയാണ് ചെയ്തത്. ഒരു 100ഓളം ആളുകൾ വന്ന് ഞങ്ങളെ ബലമായിട്ട് പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. നക്ഷബന്ദിയ ത്വരീഖത്ത് എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര്. ഇതിൻ്റെ ലീഡർ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് ആളുകൾ കാണുന്നത്. 3 വർഷം മുമ്പാണ് ലുബ്നയും ഭർത്താവ് റിയാസും പ്രസ്ഥാനവുമായി അകന്നത്. ഈയിടെ ലുബ്നയുടെ സഹോദരി ഷിബിലയും ത്വരീഖത്ത് ഉപേക്ഷിച്ചു. പിന്നാലെയായിരുന്നു സാമൂഹികമായുള്ള ഒറ്റപ്പെടുത്തലും മാനസിക പീഡനവും. സംഭവത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബവിലക്ക് നേരിട്ടവർ. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. മനസ്സിലാക്കൽ സങ്കീർണമാണ്. എങ്കിലും മനുഷ്യരുടെ വ്യക്തിജീവിതത്തിൽ ഇടപെടാൻ ഒരു പ്രസ്ഥാനത്തിനും ഒരു പരിധിക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ അധികാരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ. അപ്പോൾ റിയാസ് കേൾക്കാവോ? കേൾക്കാം. റിയാസ് തന്നെയാണല്ലോ അല്ലേ പേര്? അതെ, യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ അവസാനം നമ്മൾ റിപ്പോർട്ടർ പറഞ്ഞു നിർത്തിയോടത്തുനിന്ന് തുടങ്ങാം. ഇത് മനസ്സിലാക്കാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ത്വരീഖത്ത് എന്താണ്, നക്ഷബന്ദി എന്താണ്, നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത്, ഇതിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, ഇതുപോലുള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയ ധാരണ നമ്മളുടെ കേൾക്കുന്ന ആളുകൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇനി ആർക്കെങ്കിലും ഈ പറ്റാതിരിക്കാനും വേണ്ടിയിട്ടുമാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ഒന്ന് വിശദമാക്കി തന്നാൽ നന്നായി. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കൊടുവള്ളി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗുരു ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര്, ഇപ്പോഴത്തെ ആളെ പേര് ഷാഹുൽ ഹമീദ് എന്നാണ്. അപ്പോൾ അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ഫാദർ ആയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. അവർ പറയുന്നത് പ്രവാചകന് ശേഷം, മുഹമ്മദ് നബിക്ക് ശേഷം വരുന്ന ഈ മഹാത്മാക്കളുടെ പരമ്പരയിൽ ഇപ്പൊ ഉള്ളത് 37ാമത്തെ ആളാണ്. അപ്പം ആ ഒരു രീതിയിലാണ് പോകുന്നത്. അവരാണ് യഥാർത്ഥ ഇസ്ലാം എന്നൊക്കെ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഇതിലാണ് ജനിച്ചു വളർന്നത്. അപ്പൊ അതിന്റെ പേരിൽ മാത്രം ഇതിലേക്ക് നിൽക്കേണ്ടി വന്ന ആളുകളാണ്. ശരി. അപ്പോൾ നിങ്ങളപ്പം ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ ഈ എക്സ് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ എക്സ് ജിഹാദികൾ എന്നൊക്കെയാണ് നമ്മളെ വിളിക്കാറ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിലെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉന്നയിക്കുന്ന അതേ കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഒരു സാധനം വേണ്ടാന്ന് വെക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ. അതേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ അത് തലയിൽ കടിക്കുന്ന ഒരു പ്രശ്നം, അതാണ് നമ്മളിവിടെ ഉന്നയിക്കുന്നത്. അപ്പം നമ്മളത് പുറത്ത് വന്ന് വിളിച്ച് പറയേണ്ടി വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഫേസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഇതിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. ഇപ്പോൾ മുജാഹിദ് വിഭാഗമൊക്കെ അങ്ങനെയാണ് പറയാറ്, ഈ ത്വരീഖത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ത്വരീഖത്ത് എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? അല്ല, ഇത് ത്വരീഖത്തിനെ പറ്റി അത്ര വിശദമായിട്ടുള്ള വിവരം എനിക്കും ഇല്ല സത്യം പറഞ്ഞാൽ. അതായത് അവിടെ പഠിപ്പിക്കുന്നത് ഖുറാനാണ്, ഖുറാന്റെ കാര്യങ്ങൾ, പിന്നെ ഇത് ഗുരു പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ, കുറെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്ന് പറയാം. പക്ഷെ
എപ്പോഴാണ് ഇതിന്റെ പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ ഇതിനോട് പിന്നെ ഇതിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇവരുടെ വയലൻസ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ. അതായത് പിന്നെ നമുക്ക് ഇതിനോട് താല്പര്യമില്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവര് നമുക്ക് ഭ്രഷ്ട് കൽപ്പിക്കും. അതായത് ആൾക്കാർ നമ്മൾ അതിലുള്ള ആളുകൾ ആരും നമ്മളോട് സംസാരിക്കില്ല. പിന്നെ നമ്മളെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. നമ്മളെ ഭാര്യയാണെങ്കിൽ പോലും അവർ നമ്മളോട് ബന്ധങ്ങൾ വിച്ഛേദിക്കും. അല്ലെങ്കിൽ ഭാര്യനെ അവർ സസ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഭാര്യന്റെ ഫാമിലി ഇതിനായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ട് ഭാര്യയും നമ്മളോട് ബന്ധം വിച്ഛേദിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഇതാണ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ പത്രസമ്മേളനത്തിൽ നിങ്ങൾ 3 പേരെയാണ് കണ്ടത്. അതെ. അതിൽ ഇരിക്കുന്ന ആ പുരുഷനാണല്ലോ താങ്കൾ? അതെ. ഓക്കെ. കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? എന്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള എന്റെ ഭാര്യ ലുബ്ന, റൈറ്റ് ഭാഗത്തുള്ള എന്റെ ഭാര്യയുടെ സഹോദരി ഷിബില. ഓക്കെ. ഇവർക്ക് 2 പേർക്കുമാണ് പ്രശ്നം? ഈ നിങ്ങൾ 3 പേർക്കാണ് പ്രശ്നം? ഞങ്ങൾ 3, അതായത് ഞാനും എന്റെ ഭാര്യ ഏകദേശം ഒരു 3 വർഷത്തിന് മുമ്പായിട്ട് ഈ പ്രസ്ഥാനമായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതിന് കത്ത് കൊടുത്ത് അതിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അപ്പം നാച്ചുറലായിട്ട് ഞാൻ ആ കത്തിൽ തന്നെ അവരോട് പറഞ്ഞു, എനിക്ക് ഇതൊന്ന് വിശ്വാസപരമായിട്ട് ഇതിനോട് താല്പര്യമില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനെയും പിന്നെ അതേപോലെ സുഹൃത്തുക്കളെയും ഒക്കെ ആയിട്ട് ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ്, കുടുംബക്കാരൊക്കെ എല്ലാവരുമായിട്ട്. അപ്പം അതിനുള്ള ഒരു മാർഗം, അതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഇറങ്ങിയത്. ആ സമയത്ത് ഞാൻ വിദേശത്തായിരുന്നു ജോലിയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്ര ഒരു വിഷയമല്ലായിരുന്നു. പിന്നെ അവര് സമ്മതിച്ചിട്ടില്ല എന്നെ. അവര് സാധാ ചെയ്യുന്ന പോലെ തന്നെ അവർ ഭ്രഷ്ട് കൽപ്പിച്ചു. എന്റെ പാരന്റ്സിനോടും എല്ലാ ആൾക്കാരോടും മിണ്ടരുതെന്ന് പറഞ്ഞു. ബ്രദേഴ്സൊക്കെ കംപ്ലീറ്റ്ലി എല്ലാ കോണ്ടാക്ട് നിർത്തി. പിന്നെ മദർ വല്ലപ്പോഴും ഒളിച്ചും പാത്തൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അത് അടുത്ത കാലത്തായിട്ട് അവർ നിർത്തി. മാത്രമല്ല എന്റെ ഫാദർ മരിച്ചിരുന്നു ഒരു അതേ വർഷം, ഞാൻ ഇന്ന് ഇറങ്ങിയ അതേ വർഷം. അപ്പൊ ആ സമയത്ത് ഞാൻ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ വേണ്ടി, മരിച്ച സമയത്തല്ല, പിറ്റേ ദിവസമായിരുന്നു ഞാൻ എത്തിയത്. അപ്പം വീട്ടിലേക്ക് പോകാനോ പിന്നെ ഫാമിലിനെ കാണാനോ ഒന്നും അവർ സമ്മതിച്ചിട്ടില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിന്റെ ഭ്രഷ്ട് ഉണ്ടാവും എന്നുള്ളതിൽ അവരെന്നോട് പറഞ്ഞു, പ്ലീസ് ദയവ് ചെയ്ത് വരരുത്, നിങ്ങൾ ഇവിടുന്ന് വരാതൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞിട്ട് വരാൻ പോലും പറ്റിയിട്ടില്ല. ഫാദർ മരിച്ച സമയത്ത് മദർ വിളിച്ചു പറഞ്ഞ. അങ്ങനെ ഞാൻ സുൽത്താൻ ബത്തേരി എത്തി. അതായത് എന്റെ വീട് വയനാടാണ്. അപ്പം അവിടെ സുൽത്താൻ ബത്തേരി വന്നിട്ട് അവിടുന്ന് വീട്ടിലേക്ക് വരാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോവുകയായത്. എന്റെ ഫാമിലി ആയിട്ട് ഞാൻ വിദേശത്ത് നിന്ന് വന്ന്, ഹോങ്കോങ്ങിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടുന്ന് വന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു ഹോങ്കോങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. ഇത് ഏത് വർഷമാണ് സംഭവിക്കുന്നത്? 2022. ഓക്കെ. ഇതിപ്പോ നിങ്ങളിപ്പോ ഇതിനകത്ത് ജനിച്ച് വീണത് കൊണ്ട് നിങ്ങൾ ഇതിന്റെ ഭാഗമായി മാറിയതാണ്? അതെ, കറക്റ്റ്. ഓക്കെ. അപ്പോൾ അതായത് നമ്മളൊക്കെ എങ്ങനെയാണോ ഇസ്ലാമിൽ ജനിച്ചു വീണത് എന്ന് പറഞ്ഞ മാതിരി തന്നെ? അതെ, സെയിം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ തരീക്കത്താണോ അത് ഇസ്ലാം അല്ലാത്ത എന്തെങ്കിലും സാധനമാണോ, അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല? അത് ടു ബി ഓണസ്റ്റ് അവര് കുറച്ചുകൂടി പിന്നെ നോർമൽ ഇസ്ലാം ഇതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ലിബറൽ ആണ് ചില കാര്യത്തിലൊക്കെ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെയുള്ള ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ജിഹാദി മെന്റാലിറ്റി ഇല്ല. പാട്ടും ഡാൻസ് ഒക്കെ സൂംബയൊക്കെ പ്രശ്നമാണോ? അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നം വെച്ചാൽ അവർ ഈ സിസ്റ്റം അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇതിപ്പം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ക്ലോസ്ഡ് നേച്ചർ ഉണ്ട്. അപ്പം അത് പുറത്തോട്ട് അധികം ഇന്ററാക്ട് ചെയ്യാത്ത ഒരു കൾട്ട് സ്റ്റൈലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത്. അതിന്റെ 3 പ്രധാനപ്പെട്ട രീതികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതിൽ നിന്നും പുറത്തോട്ട് വിവാഹവും കഴിക്കാൻ പാടില്ല ഒരാളും. അപ്പം ഇതിൽ നിന്ന് എല്ലാ കല്യാണങ്ങളും ഇതിലേക്ക് മാത്രം. ആരെങ്കിലും പുറത്തേക്ക് കല്യാണം കഴിച്ചാൽ അവര് ഇതിൽ നിന്ന് പുറത്താക്കും. അപ്പം ആരും അതിന് മുതിരാറില്ല. അവര് പുറത്ത് കല്യാണം കഴിച്ചാൽ പിന്നെ അവർക്ക് സ്വന്തം ഫാമിലി നഷ്ടപ്പെട്ടു. അപ്പം അതിനാരും മുതിരാറാണ്. പിന്നെ രണ്ടാമത്തത്, ഇതിൽ ആർക്കും പിന്നെ പുറത്തുനിന്ന് പ്രവേശനമല്ല. അതായത് അവര് പിന്നെ സാധാ മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് ഇതിലേക്ക് ചേരൂ, ഇതാണ് നല്ല മാർഗം എന്ന് പറഞ്ഞിട്ട് ആരെയും ഇൻവൈറ്റ് ചെയ്യും. വളരെ റെയർലി എന്തെങ്കിലും ഒരു എക്സെപ്ഷനിൽ കഴിഞ്ഞ ഒരു 50 വർഷമൊക്കെ നോക്കിയാൽ 2-3 ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ പിന്നെ മൂന്നാമത്തെ നിയമമാണ്, ഇന്ന് പുറത്തു പോയ ആൾക്കാരായിട്ട് യാതൊരു ബന്ധവും പാടില്ല. അത് എന്ന് പറഞ്ഞാല് യു കനോട്ട് ടോക്ക്, യു കനോട്ട് ഈവൻ കീപ് ഹിസ് കോണ്ടാക്ട് നമ്പർ.
ശരി. അതായത് എന്റെ ഇമ്മന്റെ ഫോണിൽ നോക്കിയാൽ എന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവില്ല. അത് അവർ ഡിലീറ്റ് ചെയ്ത് വെക്കണം. കാരണം എന്റെ സ്റ്റാറ്റസ് പോലും കാണാൻ പാടില്ല. വാട്സാപ്പ് സ്റ്റാറ്റസ് തന്നെ കോണ്ടാക്ട് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അവർ അത് കൂടെ ഒഴിവാക്കാൻ പറഞ്ഞത്. അപ്പൊ എനിക്കൊരു സംശയം, ഇത്രമാത്രം പീസ്ഫുൾ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വിട്ടത് ഇച്ചിരി കൂടിയും പീസ്ഫുൾ അല്ലാതെ ആകാൻ വേണ്ടിയിട്ടാണോ, അല്ല ജിഹാദി ആശയത്തിൽ ആകൃഷ്ടനായിട്ടാണോ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടത്? ഞാൻ തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക് ഇത് ലൈഫ് സ്റ്റൈലിലേക്ക് മാറാനല്ല ഇത് വിട്ടത്. എനിക്ക് കംപ്ലീറ്റ്ലി ബിലീഫ് സിസ്റ്റത്തിനോട് ഒരു എത്തിസ്റ്റിക് ആയോ അതോ അഗ്നോസ്റ്റിക് ആയോ? അല്ല, അങ്ങനല്ല. ഞാനൊരു സ്പിരിച്വൽ ആയിട്ട് സീക്ക് ചെയ്യുന്ന ആളാണ്. അതേസമയം യാതൊരു ബിലീഫ് സിസ്റ്റത്തിനോടും എനിക്ക് താല്പര്യമില്ല. അറ്റ് ദ സെയിം ടൈം ഐ എം നോട്ട് എ atheist or there is something. അതെ, ആജ്ഞേയവാദി എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അതിന്റെ വേർഡ്സ് അറിയില്ല. ഞാനൊരു എന്തെങ്കിലും ഉണ്ട് അതിനൊരു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അറിയില്ല എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്, വിശ്വാസി എന്ന് പറയുന്നതിനേക്കാൾ. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്ന ഭാര്യയും ഭാര്യയുടെ സിസ്റ്ററൊക്കെ ആ ഒരു രീതി തന്നെയാണോ? അതുകൊണ്ടാണ് അത് വിട്ടത്? അല്ല, അവര് ഇതിന്റെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആണ് അതെന്ന് വരുന്നത്. അകത്ത് നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതായത് അകത്ത് നിൽക്കുമ്പോഴല്ല പ്രശ്നം വന്നത്. അതായത് ഞാൻ ഇതിന്ന് പോരുന്ന സമയത്ത് പിന്നെ ഇതിന്റെ ചില പ്രശ്നങ്ങൾ, അതായത് പിന്നെ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം. അപ്പൊ ഞാൻ എന്റെ മകള് വിദേശത്തായ സമയത്ത് അവള് മദ്രസ പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഭാര്യ നാട്ടിലേക്ക് നിർത്തുക, എന്നിട്ട് ഞാൻ പോയിട്ട് ഹോങ്കോങ്ങിൽ ജോലി ചെയ്യുക. അങ്ങനെ ഭാര്യ മോള് നാട്ടിൽ നിന്ന് മകൾക്ക് മദ്രസയിൽ പോവാം. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് വന്ന് അതിന് പ്രഷർ വന്ന്, പിന്നെ നമ്മളെ വസ്ത്രധാരണ രീതിയിൽ അവർക്ക് ഇത് വന്ന്, അപ്പൊ നമ്മൾ വിദേശത്തൊക്കെ പോയി വരുമ്പോ കുറച്ചൊരു മോഡേൺ ആയിട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോ അവർക്ക് അത് താല്പര്യമില്ല. അങ്ങനെ ഇതിലെ വസ്ത്രധാരണ രീതി എങ്ങനെയാണ്? നിക്കാബാണോ? ഇതില് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടല്ല, പക്ഷെ അവർക്കൊരു ചെറിയ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് താടി വെക്കാൻ പറ്റില്ല. അതേപോലെ എന്താ പറയാ, നമ്മളൊരു ചരട് കൈ കെട്ടി ഒരു ഫാഷൻ ആക്സസറി, അത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ താടി വെക്കാൻ പാടില്ല. മെയിൻ സ്ട്രീം ഇസ്ലാമെന്ന് കട്ട് ചെയ്ത് വന്നത് കൊണ്ട് തന്നെ അവർ കുറെ കാര്യങ്ങൾ അവരെ ആശയത്തിന് കംപ്ലീറ്റ് എതിരാണെങ്കിലും അൾട്ടിമേറ്റ്ലി ദേ ആർ ഇൻ എ ബിലീഫ് സിസ്റ്റം ആൻഡ് ഫോളോയിങ് എ ഗുരു. അപ്പം ഇയാള് പറഞ്ഞതാണ് ഇതിന്റെ എന്താ പറയാ അനുചിതമായിട്ടുള്ള നിയമങ്ങൾ. അപ്പൊ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. മീശ വെക്കാൻ പറ്റുമോ? മീശ ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെ, താടി മാത്രമാണ് പ്രശ്നം. താടി മാത്രമാണ് പ്രശ്നം. അത് ഇസ്ലാമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. മുഹമ്മദ് നബി പറഞ്ഞത് നിങ്ങൾ മീശ പഠിച്ച് താടി വെക്കണം എന്നാണ്. നിങ്ങൾ നേരെ തിരിച്ചാ. ഹദീസ് ഫോളോ ചെയ്യുന്നില്ല, ഖുർആൻ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അത് ശരി. അപ്പം ഖുർആനിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിക്ക് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മുകളിലാണ് അവർക്ക് കാലത്തിന്റെ ഖുർആൻ എന്നാണ് അവര് പ്രവാചകനെ പറ്റി പറയുന്നത്. ഇപ്പോഴുള്ള ആള്. അപ്പൊ അവരെന്ത് പറയുന്നു, അതാണ് ഖുർആൻ. ശരി, അവര് പറയുന്നതാണ് ഖുർആൻ. അപ്പൊ അത് ഇപ്പം മാറ്റി പറയുകയും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും കാര്യങ്ങൾ. അപ്പൊ ഖുർആനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു ഇങ്ങനെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്താൻ ഉണ്ടായ സാഹചര്യം? നേരത്തെ പറഞ്ഞ വൈഫും അവര് വന്നത് എന്താ വെച്ചാല് അവര് അവർക്ക് ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുകയും അത് മാത്രമല്ല അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ ഇതേപോലെ ഇതിന്ന് പുറത്തു പോയ ആളുകളുമായിട്ട് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ ഞങ്ങളെ റിലേറ്റീവ്സ് വേറെ ഉണ്ട് ഇതേമാതിരി ഇതിന്ന് ഇറങ്ങി വന്ന ആളുകൾ, അല്ലെങ്കിൽ അവരെ പുറത്താക്കിയ ആളുകൾ. അപ്പൊ അവരുമായിട്ട് ഇവര് ക്ലോസ് റിലേഷൻ ഉള്ള എന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അവര് പിന്നെ അവർ അങ്കിളുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. പക്ഷെ അവരുമായിട്ട് ബന്ധം കംപ്ലീറ്റ് നിർത്തേണ്ട ഒരവസ്ഥ വന്നതുകൊണ്ട് ഇപ്പൊ 2-3 ആഴ്ച മുമ്പ് അവരും ഇതേപോലെ അതിന് ഇറങ്ങി വരികയാണ് ചെയ്തത്. ശരി. ഓക്കെ. അപ്പൊ ആ ഒരു അവര് വിശ്വാസമൊന്നും നഷ്ടപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറി ചിന്തയൊന്നും അല്ല ഈ പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടാണ്. ജനറലി വിശ്വാസികളല്ല, അതായത് ഇതിൽ സംതിങ് റോങ്, അവർക്ക് ഇസ്ലാമിനെ പറ്റിയോ അങ്ങനെ അത്ര ഒരു അവബോധമുള്ള ആളുകളല്ല. പിന്നെ സാധാ ജസ്റ്റ് ഹൗസ് വൈഫ്, അവർക്ക് വെൽബീയിങ് ആവശ്യമുണ്ട്. അല്ലാണ്ട് എന്താ പറയാ, അത് ഇങ്ങനെ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കണം ഒന്നുമില്ല. കുറച്ചുകൂടി ഒരു സന്തോഷത്തിൽ ജീവിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതെ, മനസ്സമാധാനം വേണം, അതാണല്ലോ നമുക്കൊക്കെ വേണ്ടത്. അതെ. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഇതിനകത്ത് വളരെ കുറച്ച് ആളുകളാണ്, പുറത്തുനിന്ന് വരില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു അട്രീഷൻ സംഭവിക്കുന്ന ഒരു സംഗതിയല്ലേ? മീൻസ് ഇങ്ങനെ ചുരുങ്ങി പോകുന്നത്.
ആ അത് ഇല്ല. അതാണ് ഇതിന്റെ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 3 പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഉം. ഇപ്പൊ സപ്പോസ് ആരിഫ് ഒരു 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 2000 ആൾക്കാരെ ഗ്രൂപ്പ് തുടങ്ങി. അതായത് അവരെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ഗുരുവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രവാചകനായിട്ട്. അപ്പൊ ഈ 3 സിസ്റ്റം വെച്ച് കഴിഞ്ഞാല് ആ ഗ്രൂപ്പ് ഫോർ എവർ നിങ്ങളെ ഫോളോ ചെയ്യും. ഓക്കെ. എന്നാലും കുറെ കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്നത് കൂടിക്കഴിഞ്ഞാൽ ഇത് കുറയില്ലേ? അത് എങ്ങനെ അത് കൂടിക്കഴിയുന്നതിന്റെ ഒരു കാരണം ഇല്ലാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഈ ബ്രഷ്ട് എന്നുള്ള സംവിധാനം അവർ കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ പുറത്തേക്ക് പോകാതെ നോക്കുക എന്നുള്ളതാണ്. പോകാതെ ഇത് വേറെ കാര്യമുണ്ട്. ഒരാളെ ഇവര് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ എന്ത് വില കൊടുത്തു അകത്തേക്ക് തിരിച്ചു കയറ്റും. ഓ ശരി. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളെ അങ്ങനെ ഇപ്പൊ അവർ ശ്രമിക്കുന്നുണ്ടോ? പല വഴി എല്ലാ വഴിയും ഫാമിലി എല്ലാ വഴിയും അവർ പ്രഷർ കൊടുക്കും. അതെന്ന് വെച്ചാല് പിന്നെ നമ്മളെ സാമ്പത്തിക സ്രോതസ് അവര് തടയും, പിന്നെ ബിസിനസ് ബുദ്ധിമുട്ടാക്കും. അതേപോലെ ഇപ്പം പിന്നെ ആദ്യം ഫസ്റ്റ് നമ്മളെ പാരന്റ്സിനെ കൊണ്ട് കുറെ വിളിപ്പിച്ചിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും അവരുണ്ടാക്കും. ഇതൊക്കെ അവര് പുറകുന്ന തന്നെ ചെയ്യും. കാരണം അവരാവശ്യം ഒരാളിൽ നിന്ന് പുറത്തു പോകരുത്. 2 പ്രശ്നമാണ്. ഒന്നതിൽ നമ്പർ കുറയും, പിന്നെ രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ ഇയാളാണ് ഇതിന് എഗൻസ്റ്റ് ആയിട്ട് വരിക. അപ്പൊ അങ്ങനെ ഇത്രയും കാലമായിട്ട് അവരത് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്തു പോയി. പക്ഷെ നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ നിങ്ങളെ ചാനലിൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റിന്റെ കാലം വന്നതോടുകൂടി ഇതൊരു ഭയങ്കരമായ ഉലച്ചില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പ്രത്യേകമായിട്ടൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ ഇവരെ സോഷ്യൽ മീഡിയ ഇവരതിൽ നിരോധിച്ചു. ശരി. സോഷ്യൽ മീഡിയ നിരോധിച്ചു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഏറ്റവും പറ്റിയ വിഡ്ഢിത്തരം എന്താ വെച്ചാല് അവര് പറഞ്ഞു ഫേസ്ബുക്ക് ആണ് സോഷ്യൽ മീഡിയ, അത് നിരോധിച്ചു. പക്ഷെ അവർക്കറിയില്ല യൂട്യൂബിന് സോഷ്യൽ മീഡിയ ആണെന്ന്. ഓക്കെ. അപ്പൊ അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. അത് എന്തായാലും ഞാൻ പറയാം. പൊതുവെ അവര് ഇങ്ങനത്തെ കാര്യത്തില് നിയന്ത്രിക്കുന്ന എന്തിനാ വെച്ചാല് ആളുകൾ അതിൽ അട്രാക്ട് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി. ഓക്കെ. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും റിപ്പർക്കഷൻസ് ഉണ്ടായോ? എന്തെങ്കിലും ആരെങ്കിലും വിളിക്കുക, ഇങ്ങനെ ഭീഷണി കൂടുക, അല്ലെങ്കിൽ ഇത് ഒരു സമാധാനത്തിൽ പിരിയാനുള്ള എന്തെങ്കിലും സാധ്യത? ഇല്ല, നിലവില് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനന്ന് 2 ദിവസം മുമ്പ് പാരന്റ്സിന്റെ വീട്ടിൽ നിന്ന് രാത്രി ഒരു ഇൻസിഡന്റ് ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതില് കഴിഞ്ഞ് ശരിക്കും കുറച്ചൊരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. ഫാമിലിയൊക്കെ അവിടുന്ന് ഒരു 19ഓളം ആൾക്കാര്, 80-100 ആൾക്കാരുണ്ടാവും. അവര് വന്ന് നമ്മളെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കാൻ നോക്കുകയായിരുന്നു. ശരിക്കും പോലീസിന്റെ ഒരു സംയോജിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് പോലീസ് അവരൊക്കെ പറഞ്ഞയച്ച് രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് അവരൊക്കെ വീട്ടിലേക്ക് പോയത്. എപ്പോഴും ഞങ്ങൾക്ക് പേടി ആരെങ്കിലും വന്നിട്ട് ആക്രമിക്കുമെന്ന്. ശരിക്കും ആ രാത്രി കൊച്ചു കുട്ടികൾ വരെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഈ എന്റെ സിസ്റ്റേഴ്സിന്റെ 2 ചെറിയ കുട്ടികളും എന്റെ മോൾക്ക് 15 വയസ്സുള്ള ഞങ്ങളെല്ലാരും കൂടി ആ വീട്ടിൽ നിന്നതാണ്. അപ്പം ഞങ്ങളെ പാരന്റ്സ് അവിടുന്ന് അവര് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസിന്റെ നിർബന്ധ പ്രകാരം, വേറൊരു ഓപ്ഷനിലും അവർക്കില്ലായിരുന്നു. അപ്പോ പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ അവര് കുറെ ആളുകൾ നമ്മളെ അടിക്കാൻ അവിടെയൊക്കെ നോക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് തല്ല് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ന്യൂസ് കേട്ടിരുന്നു. അങ്ങനെ ഞങ്ങള് പിന്നെ വളരെ സൂക്ഷിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തു. അതല്ലാതെ പിന്നെ പുതുതായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനും ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം എന്താണ് ശരിക്കും? ഞാനിത് ഒരിക്കലും പത്രസമ്മേളനത്തിന് ഒരു ഉദ്ദേശിച്ചതല്ല, ഒരു പ്ലാൻ ചെയ്തതല്ല 100%. ഇതെനിക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇവർക്കെതിരെ ഇട്ടിട്ടില്ല. അപ്പോ പിന്നെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഞങ്ങളെ അത്രയും അറ്റാക്ക് ചെയ്തു. അതായത് ഒരു ഫാമിലീനെ, അതായത് അവരെ സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കാൻ ഒരു 10-100 ആളുകൾ അനുവദിക്കാതെ നിന്ന്, അതായത് പോലീസ് ഒരു 5 മിനിറ്റ് കൂടെ ലേറ്റ് ആയാൽ അവര് എന്നെ വലിച്ചിട്ട് അടിച്ച് ചവിട്ടിക്കൊല്ലുന്ന ഒരു മോബ് ലിഞ്ചിങ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് മിനിഞ്ഞാന്ന് 2 ദിവസം ആണ്. അതിനുശേഷാണ് ഇത് എന്താ പറയാ, ഇത് കയ്യിൽ നിന്ന് തന്നെ പോയി എന്ന് പറയാം. അത്രേ ഉള്ളൂ. അതെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പാരന്റ്സ് പറയുകയാണെങ്കിൽ അവര് വളരെ നിഷ്കളങ്കരാണ്. അപ്പൊ
പിന്നെ ഫാദറിലോ മദറിലോ എന്നൊക്കെ പറഞ്ഞ എന്റെ ഉമ്മയും വാപ്പയായിട്ടാണ് ഞാൻ അവരെ കണ്ടിരുന്നത്. അവര് ഇപ്പോഴും എന്നോട് അങ്ങനെയാണ്. പക്ഷെ അവർക്ക് അത് കാണിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ വീട്ടിൽ കയറി ചെന്നപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ വരുന്നതിനോടും നിൽക്കുന്നതിനോടൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ അനുമതി ഇല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് എന്ത് ചെയ്തു, അവരെ പ്രസിഡന്റ് അഹമ്മദ് എന്ന് പറഞ്ഞ അവരുടെ കീഴ്ശേരി പ്രസിഡന്റിനെ വിളിക്കായിരുന്നു. അപ്പൊ അദ്ദേഹവും ഈ പറഞ്ഞ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ ഇതിന്റെ ഗുരുവും അവര് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ എത്ര ആളുകൾ അവിടെ എത്തിക്കുന്നതും പിന്നെ അവരെന്ത് വില കൊടുത്തു അതൊന്ന് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകണം എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോ അത് കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് എന്താ പറയാ, പിറ്റേ ദിവസം അന്ന് രാത്രി ആരും ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ രാവിലെ ആയപ്പോ ഇതേപോലെ ഓപ്ഷൻസ് പിന്നെ പ്രസ് മീറ്റ് നടത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. വേറെയുള്ള ആളുകൾ കുറച്ച് നാട്ടിലുള്ള കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു. അവര് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് ഒരാളെ എന്നെ മീറ്റ് ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാ, പ്രസ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ സമയത്ത് അപ്പൊ തന്നെ പോവാണ്, അത്ര ഉള്ളൂ. അതിനൊരു പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. അവിടെ ചെന്നപ്പോ മീഡിയ കണ്ട് എല്ലാരും, ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത് തന്നെ. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താ പറയാ, ലക്കിലി എല്ലാ ആൾക്കാരും അത് മനസ്സിലായി, അത് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി സേഫ്റ്റി വന്നു. അല്ലെങ്കിൽ അവര് ഞങ്ങളെ ആക്രമിക്കാനും അത് ഡിസീവ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു. ഇത് കിഴിശ്ശേരി എന്നല്ലേ പറഞ്ഞ സ്ഥലം? അതെ, കീഴ്ശേരി. കീഴ്ശേരി എന്ന് പറയുമ്പോൾ നമ്മളുടെ കൊണ്ടോട്ടി ഭാഗം അല്ലേ? കൊണ്ടോട്ടി അടുത്ത്. ആ ഭാഗത്ത് ഇപ്പോൾ നിങ്ങളുടെ ഈ നക്ഷബന്ധി തരീക്കത്തും ഉള്ള ആളുകൾ ആണോ ഭൂരിപക്ഷം? അങ്ങനെ ഉണ്ടോ? ഇല്ല, ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. അവരൊരു 1000-1500 ആൾക്കാർ ഉണ്ടാകാൻ മതി, ഒരു റഫ് എസ്റ്റിമേഷൻ ആണ്. അപ്പൊ ബാക്കി മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അവിടെ, മറ്റുള്ള അവരൊക്കെ എങ്ങനെയാ നിങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനം? ഇതിനകത്ത് നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നില്ലേ സംരക്ഷണമായിട്ടോ? അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം അവർക്ക് ഇവരോട് താല്പര്യമില്ല. സാധാരണ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും പരസ്പരം അത്ര നല്ല രീതിയിലല്ല. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേക പള്ളി അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവർക്ക് പള്ളിയില്ല, പള്ളിയിൽ പോകാറില്ല. പക്ഷെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്. പക്ഷെ അത് പ്രാക്ടീസിൽ അത്ര സാധാ മുസ്ലിങ്ങളെക്കാട്ടും അത്ര ഒരു ഇതല്ല. അത് പിന്നെ അവർക്ക് മദ്രസകളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്ന. അതില് ക്ലാസ്സുകളും ഖുർആൻ ക്ലാസ്സുകളും ഇതൊക്കെ പഠിപ്പിക്കാറ്. അറ്റം ചെത്തണോ? വേണം. അപ്പൊ എല്ലാം കണക്കാണ്. അപ്പൊ ഹദീസിലാണ്ട് എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത്? അതാണ് ഇവർക്ക് ബുക്കിന്റെ ആവശ്യമില്ല. അതായത് ഇയാളാണ് എല്ലാ കാര്യം തീരുമാനിക്കുന്നത്. അപ്പൊ അത് കാലത്തിനനുസരിച്ച് അത് ആ കാലത്തിന്റെ പ്രവാചകനാണെന്ന് പറയാണ്. പക്ഷെ ഇവരുടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അവരാ ഫാമിലി എന്നുള്ള ജനറേഷനാണ്. ഇപ്പറുള്ള ആളെ ഫാദർ ആയിരുന്നു മുൻപത്തെ ഗുരു, അതിന്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു, അങ്കിൾ ആയിരുന്നു മുമ്പത്തെ ഗുരു, അതിന് ഗ്രാൻഡ് ഫാദർ ആയിരുന്നു അതിന് മുമ്പുള്ള ഗുരു. അപ്പൊ അതൊരു ഇതായിട്ട് ലീനേജ് ആയിട്ട് അവര് ഫോളോ ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും എന്താ അറ്റം ചെത്തുന്ന സാധനമല്ല. അപ്പൊ അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മൂഡ് പോയി. എന്തായാലും നിങ്ങളുടെ അനുഭവം ഒരു ഭീകരമായ അനുഭവമാണ്. കേട്ട് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണം വിചാരിച്ചു. നമ്മളൊരു സുഹൃത്ത് റിപ്പോർട്ടർ ഉണ്ട്, ആളാണ് നമ്പർ തന്നത്. അപ്പോൾ ആ സുഹൃത്തിനൊരു നന്ദി അറിയിക്കുക. കാരണം ഇത് ആളുകൾ അറിയണം. ഇതിപ്പോൾ ഒരു മതവിമർശനം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഇത് ഹനിക്കുന്നു. അതൊരു മതത്തിൻ്റെ പേരിൽ തന്നെ, ആശയത്തിൻ്റെ പേരിൽ ഉണ്ടാവുമ്പോൾ അതിപ്പോൾ ആ മെയിൻ സ്ട്രീം മതം ഇതിനെ തള്ളി പറയുന്നതാണ്. ഈ ത്വരീക്കത്ത് എന്ന് പറയുന്ന സംഗതി നമ്മൾ ഇപ്പോൾ കേട്ടുപരിചയമുണ്ട്. ഇപ്പോൾ നമ്മളും ഈ മുജാഹിദ് ഇതിലൊക്കെ നടന്നിരുന്ന സമയത്ത് നമ്മൾ തള്ളി പറഞ്ഞിരുന്ന സാധനമാണ് ഈ പറയുന്ന ത്വരീക്കത്ത്. അതൊരു മറ്റേ ഖുറാഫത്തിൻ്റെ വഴിയാണെന്നൊക്കെയാണ് നമ്മൾ പറയാം. ഓക്കെ, അത് അവിശ്വാസമായിട്ട് തന്നെയാണ് നമ്മളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ എന്നാൽ പോലും നിങ്ങളും അവകാശപ്പെടുന്നത് നിങ്ങളുടെ ഇസ്ലാമാണെന്നും, എന്നിട്ട് അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അതെന്താണെന്ന് അറിയണം, നേരിട്ട് തന്നെ ചോദിച്ചറിയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടങ്ങൾ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയാണ്. മീഡിയ എന്ന് പറയുമ്പോൾ അതിന് മീഡിയയ്ക്ക് പോലും ധൈര്യം കിട്ടുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ അത് കൂടുതൽ ആളുകൾ അറിഞ്ഞതൊരു സംസാര വിഷയമാകാൻ പറ്റിയ നല്ലതാണ്. കോടതി വഴി നീങ്ങും അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും വഴികൾ? ഇതിന് ഞങ്ങള് ഇപ്പം പിന്നെ ഈ അന്ന് ആക്രമിച്ചതിനുള്ള ഒരു കേസ് കൊടുത്ത് അതിന്റെ കൂടെ ഈ പ്രസ്ഥാനത്തിന്റെ കുറെ കാര്യങ്ങൾ, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഫുള്ള് ഡിസ്ക്ലോസ് ചെയ്തിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്തുകൊണ്ടൊരു പരാതി കൊടുത്തൂടെ? അതിന്റെ കൂടെ ക്ലെയിം ചെയ്തിട്ടുണ്ട്, അതായത് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. അതായിരിക്കും ഇതിനകത്ത് വർക്കൗട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റുള്ള സംഗതിയൊന്നും ഇപ്പോൾ എന്താ പറയുക,
അതാ ഒരു മൊമെൻറ്റിൽ കഴിഞ്ഞു പോകുന്ന കാര്യമായിട്ടേ വരുള്ളൂ. അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു മോബ് ലിഞ്ചിങ് അങ്ങനെ ഒരു ലെവലിലേക്കല്ലേ വരിക അത്. പക്ഷെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അതൊരു കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് വരുമ്പോൾ ആണ് ഇതൊരു പ്രശ്നമായിട്ട് വരുള്ളൂ. എന്നുവെച്ചാൽ അത് സ്റ്റേറ്റിനൊരു ബാധ്യതയാവും. ആ ബാധ്യതയാകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ഇടപെടേണ്ടി വരും. അതാണ് അതിൽ സംഭവിക്കാനുള്ള സാധ്യത. അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാതെ അവിടെ നടന്നില്ലെങ്കിൽ ഹൈക്കോർട്ടിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ അത് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പരിമിതമായ ഒപ്പീനിയൻ. അത് നിങ്ങളൊന്ന് വക്കീൽമാരായിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആ വഴിക്കൊന്ന് ചിന്തിച്ചിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്കൊക്കെ മുന്നേ കിട്ടിയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ അങ്ങനെയായിരുന്നു, ആ രീതിയിൽ നീങ്ങാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിതിൻ്റെ വേറൊരു രൂപത്തിലാണ് നമ്മൾ ഫേസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കത് വളരെ കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. കാരണം നിങ്ങളിപ്പോൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ അതും 2 സ്ത്രീകളും ഇത് നേരിടുന്നതായിട്ട് ഇപ്പോൾ നാട്ടിൽ മുഴുവൻ അറിയുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ട് വാർത്തകളുടെയൊക്കെ ഒരു പിൻബലത്തോടു കൂടി നല്ലൊരു കംപ്ലൈൻറ്റ് ഒരു പെറ്റീഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ. ഓക്കെ, ആദ്യം ജീവൻ നിലനിർത്തുക എന്നുള്ളതാണല്ലോ. ജീവനുണ്ടെങ്കിലേ കേസ് കൊടുക്കാൻ പറ്റും. അതെ, ഓക്കെ. ഇപ്പോൾ ജോലി നാട്ടിൽ തന്നെയാണോ അതോ തിരിച്ചു പോവുകയാണോ? ഇതില് ഞാൻ എന്റെ സ്വന്തം താമസം ശരിക്കും കോയമ്പത്തൂർ സിറ്റിയിലാണ്. അപ്പൊ അവിടെയാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ഈ പ്രശ്നം കൊണ്ട് തന്നെ ഹോങ്കോങ്ങിൽ നിന്ന് പോകുന്നു. ഇപ്പൊ നാട്ടിൽ നിന്ന് മാറിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നമുണ്ട്, നമ്മളെ സമൂഹത്തിൽ നമുക്ക് ഒരു അക്സെപ്റ്റൻസ് പോയി. അപ്പം സമൂഹത്തിൽ ആക്സെപ്റ്റൻസ് പോയി എന്ന് പറയണ്ടല്ലോ, നിങ്ങളുടെ ഈ കാട്ടാള കൂട്ടത്തിനകത്ത് നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് പോയി. അല്ലെങ്കിൽ ആ ആക്സെപ്റ്റൻസ് അത് കറക്റ്റ് മനസ്സിലാക്കണം. അതായത് ഇപ്പൊ ഇതിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഔട്ട് ഓഫ് 10 ഫ്രണ്ട്സ് ഒരു 8 ഫ്രണ്ട്സും ഇതിൽ നിന്നുള്ള ആളുകളാണ്. പിന്നെ റിലേറ്റീവ്സ് ഓൾറെഡി ഇതിലാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സമൂഹം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അയാൾ പുറത്ത് ആക്റ്റീവായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണെ ഓക്കെ. പക്ഷെ അങ്ങനല്ല ഇത് പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങളെല്ലാ കാര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. അതെ, അപ്പൊ ഖുറാനിൽ പറഞ്ഞ മാതിരി നിങ്ങൾ ക്രിസ്ത്യാനികളും ജൂതന്മാരെയൊന്നും കൂട്ടുകാരാക്കരുത് എന്ന് പറഞ്ഞ മാതിരി അതേപോലുള്ള കാര്യം. അത് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടല്ല, നിങ്ങൾക്ക് സോഷ്യലായിട്ട് ജീവിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് അധികം ഇതിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയാം. അതെ, അപ്പൊ ഞാനിപ്പോ ഇതൊന്ന് ഇറങ്ങിയപ്പോഴാ ശ്രദ്ധിച്ചേ, എനിക്ക് പുറത്താരും ഫ്രണ്ട്സ് ഒന്നും ഇല്ല അധികം. അപ്പൊ പിന്നെ നാട്ടിൽ പോയിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പാരന്റ്സും ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, ഒന്നുമില്ല. ഞാൻ പിന്നെ അവിടെ അങ്ങനെയാണ് ഞാൻ എന്റെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പം അവിടെ നിൽക്കണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് കുറച്ച് അതൊരു പരിധിവരെ സേഫ്റ്റിയാണ്. കാരണം അവരൊരു ഇതൊന്നുമില്ല. പക്ഷെ ഞാൻ നാട്ടിലേക്ക് പോയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വൈഫിന്റെ ഫാമിലിയിലേക്ക് പോയപ്പോഴാണ് സംഭവിക്കുന്നത്. ഏതായാലും ഇതിപ്പോ മറ്റേ ഒലക്ക മദ്ദളത്തോട് പരാതി പറയുന്ന പോലെയാണ് ഒറ്റപ്പെടലിന്റെ വിഷയവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഈ ഒരു കൾട്ട് സ്വഭാവത്തിലുള്ള സാധനങ്ങൾ ടിപ്പിക്കലി അത് തന്നെയാണ്, കൾട്ടാണ്. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാം തന്നെ ഒരു കൾട്ടാണ്. ഇത് നിങ്ങൾ കുറച്ചും കൂടിയും ഒരു പീസ്ഫുൾ കൾട്ട്, അത്രയേ ഉള്ളൂ. ചെറിയ കുറച്ച് വ്യത്യാസം, പക്ഷെ അവിടെയും അറ്റ് ദ എൻഡ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കടന്നു വരുന്നത്. കാര്യത്തിനോട് അടുക്കുമ്പോൾ മനസ്സിലാവും, തനി സ്വഭാവം പുറത്ത് ചാടുക എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട. ലോകം ഇന്ന് ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ധൈര്യം വേണം. പിന്നെ ഇതൊരു ലോകാവസാനമാണെന്നുള്ളൊരു ചിന്തയും വേണ്ട. ഇങ്ങനെയല്ല, നമ്മളിനി പുതിയത് ബിൽഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇത് പ്രതികരിച്ചതുകൊണ്ട് കുറേ ആളുകൾക്ക് ഇതേപോലെ പെട്ട് കിടക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവർക്കത് ഒരു പ്രചോദനമാവുക ചെയ്യുക നിങ്ങളുടെ ഈ പറയുന്ന. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ട് ആളുകൾ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ആളുകൾ. അതായത് ഭർത്താവ് പുറത്തു പോയി, പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അവര് തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഭാര്യ താമസിക്കുന്നത് മകന്റെ വീട്ടിലാണ്, ഭർത്താവ് വേറൊരു വീട്ടിലാണ്. എന്താ കാര്യം വെച്ചാല് ഇയാളെ പുറത്താക്കി. അപ്പൊ അയാളെന്തോ ചെറിയ പ്രശ്നത്തിന് പുറത്താക്കിയതാ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. അപ്പോൾ നമ്മളെ സമൂഹത്തിൽ ചർച്ചയാകാൻ നിങ്ങൾ ഇടയായി. അത് വളരെ മികച്ചൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയാം. അതിപ്പോൾ നമ്മളിത് പറയുമ്പോൾ നമ്മൾ മതവിരോധി ആയതുകൊണ്ടാണെന്നാണ് ആളുകൾ പറയാം. എന്ത് തന്നെ നിങ്ങൾ വിചാരിച്ചാലും ഈ ഒരു കോമൺ ഫാക്ടർ ഇതിനകത്തുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വിഷയം. അതാണ് നമ്മളും നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്. അതെ, അത് മതത്തിനും വേറുള്ള കാര്യത്തിനൊക്കെ അതീതാണ്. അതില്ലെങ്കിൽ നമ്മളെ ഇന്ത്യ അല്ല, അതാണ് സ്ഥിതി. ലോകമില്ല. ഇത് നമ്മളുടെ ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അതിൽ വരുന്ന കാര്യമാണ് ഈ പറഞ്ഞ സാധനമൊക്കെ. അപ്പോൾ അത് ഇന്ത്യയിലും അത് ബാധകമാണ്. ഓരോ വ്യക്തിക്കും അടിസ്ഥാനപരമായിട്ട് ബാധകമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഇന്നിപ്പോൾ ഇവിടെ നിങ്ങൾക്ക്
അങ്ങനെ ഒരു നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ വരികയും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിനോടൊന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ കുറച്ചും കൂടി ആളുകൾ എത്തട്ടെ എന്ന് വിചാരിച്ചു. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം. ഇല്ല, ഇത് തന്നെ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ കുറെ പറയാണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ആ വിഷമം സംഭവിച്ചത് നാട്ടുകാരെ അറിഞ്ഞത് പ്രകാരം കൂടുതൽ ആളുകൾക്ക് ഇത് വിളിച്ചാവട്ടെ എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. സോ ധൈര്യമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. താങ്ക് യു. ഓക്കെ, ബൈ. യെസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ നാട്ടിലെ ഒരു സമാധാന മതത്തിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ. ഇപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ വരും, അതായത് ഇത് യഥാർത്ഥ ഇസ്ലാം അല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് മുഹമ്മദ് നബിയും ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ റിദ്ദ വാർ എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞ സമയത്തുണ്ടായിട്ടുള്ളൊരു വിഷയമാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ അന്ന് പറഞ്ഞു, ഇതിപ്പോൾ എല്ലാ പ്രവാചകന്മാരെമാരി ഇത് മരിച്ചു പോണ ഒരു പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കഴിവോ സഹായമോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്ന് പറയുകയും ഇനി അടുത്ത പ്രവാചകന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് തപ്പി ഇറങ്ങുകയും അങ്ങനെ അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തൊരു അവസ്ഥ ഉണ്ടായി. മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ്. അങ്ങനെ ഈ മുസൈലിമ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പുതിയ പ്രവാചകന്മാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഇത് വലിയ പ്രശ്നമായി. ആളുകൾ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ ഏതാണ്ട് 1 വർഷം നീണ്ടു നിന്ന ഒരു ആക്രമണ പരമ്പര, ഒരു യുദ്ധ പരമ്പര എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ അങ്ങനെയാണ് പറയാറ്. അതിൻ്റെ പേരാണ് ഈ റിദ്ദ യുദ്ധങ്ങൾ എന്ന് പറയും. റിദ്ദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതഭ്രഷ്ട്. ഈ പറയുന്ന ഇസ്ലാമിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു പോവുക, പുതിയ പ്രവാചകൻ്റെ പിന്നാലെ പോയി. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അപ്പോൾ ഇത് മുഹമ്മദ് റസൂലുള്ളാഹ് മാറ്റി മുസൈലിമ റസൂലുള്ളാഹ് എന്നൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ അത് പറ്റൂല. അപ്പോൾ അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞു വെച്ച ഒരു സാധനം ഉണ്ട് അവിടെ. അപ്പോൾ ഈ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന സംഗതിയെ അംഗീകരിക്കാത്ത ആളുകളെല്ലാം തന്നെ ഇസ്ലാമിന് വെളിയിൽ നിൽക്കുന്ന ആളുകളാണെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അത് പറയുന്ന ആളുകളെ വേട്ടയാടുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ്. അത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവരെ വേട്ടയാടുന്നു. ഇത് മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചാണ്. ഇപ്പം ഇതുപോലെ മതം ഉപേക്ഷിച്ച ഒരാളുകളെക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ അലിയുടെ മുന്നിൽ ഒരാൾ വന്ന് പറയണം, ഞാൻ അവരെ കൊന്നു, അവരെന്നിട്ട് കത്തിച്ചു എന്ന് പറഞ്ഞു. പച്ചയ്ക്ക് കത്തിക്കുകയാണ് ചെയ്തത്. കത്തിച്ചപ്പോൾ അലി അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരു ഹദീസിലുള്ളതാണ്. അവരോട് ചോദിക്കുകയാണ്, നിന്നോട് ആര് പറഞ്ഞു കത്തിക്കാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അലി വണ്ടർഫുൾ, കൊന്നത് ശരിയായില്ല എന്ന് പറയാൻ പോവാണെന്ന്. അപ്പോൾ അലി അടുത്ത സെൻറ്റൻസ് ഉണ്ട്, അത് നമ്മൾ വായിക്കണം. നമ്മളോട് തല വെട്ടാനല്ലേ പറഞ്ഞത്? ഈ കത്തിക്കുക എന്ന് പറയുന്നത് പടച്ചോൻ ചെയ്യുന്ന കാര്യമല്ലേ? മുഹമ്മദ് നബി അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ മതം വിട്ട ആളുകളെ കൊല്ലണം. ഓക്കെ, കൊല്ലുന്ന സമയത്ത് അത് എങ്ങനെ കൊല്ലണം എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അല്ലാതെ കൊല്ലണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടൊരു വിഷയവും അങ്ങനെ ഒരു തർക്കമില്ല, അങ്ങനെ ഒരു സംശയമേ ഇല്ല. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇത് മുഹമ്മദ് നബി കൊന്നു കാണിച്ചിട്ടുള്ളതാണ് ആളുകളെ. അത് ബാക്കിയുള്ള ഖലീഫമാർ ചെയ്തു. അലി തിരുത്തിയതാണ് നമ്മളിപ്പോൾ കണ്ടത്. റിദ്ദ യുദ്ധങ്ങളിലൂടെ ഉമറും അബൂബക്കറും കൂടി ഈ പറയുന്ന മതം ഉപേക്ഷിച്ച് പോയ ആളുകൾ വേട്ടയാടിയതാണ് നമ്മൾ ഈ റിദ്ദ യുദ്ധങ്ങളിൽ കണ്ടത്. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇസ്ലാം ഇവിടെ നിലനിന്നത്. അപ്പോൾ ഈ ഒരു സംഗതി, മതം വിട്ടവനെ കൊല്ലണം, ഇതുപോലെ ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന് വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയയും അതുപോലുള്ള സംഗതി ഉള്ളതുകൊണ്ട് ആളുകൾക്ക് വിവരങ്ങൾ എത്താനുള്ള വഴിയുണ്ട്. അതാണ് നമ്മൾ പറയും ഈ ഇസ്ലാമിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ കൈകൊണ്ടാണ് എന്ന് നമ്മൾ പറയണത്. കാരണം ഈ വിവരങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല. പണ്ട് ഇതിപ്പോൾ നമ്മൾ പറയാൻ നമുക്കൊരു വഴിയില്ല. ഇപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നിയാൽ പോലും ഇത് ആദ്യം ഞാൻ അറിയണ്ടേ. കാരണം നമ്മൾ മദ്രസയിൽ പഠിക്കുന്നത് ഇതൊന്നുമല്ല മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഇസ്ലാം മദ്രസയിൽ മാത്രമാണ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് മറ്റേ നല്ല അസൽ ഐസ്ക്രീം പോലെ നിങ്ങൾക്ക് നുണഞ്ഞ് ഇറക്കാൻ പറ്റുന്ന നല്ല അസൽ സാധനമാണ്. ഇസ്ലാം വളരെ മനോഹരമായൊരു സാധനമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൂക്കിലേക്ക് അടിക്കുക സമൂസയുടെ മണവും ഉന്നക്കായുടെ മണവും കോഴി ബിരിയാണി, മൂരി ബിരിയാണി, ഉപ്പനപ്പാട്ട്, അതുപോലെ അങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകൾ മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുള്ളൂ. മദ്രസയിൽ മാത്രമാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് സുന്നി മദ്രസയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ വരുള്ളൂ. രാത്രി ചീരണി, അതുപോലെ പാട്ട്, ബെയ്ത്ത്, ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഒരു സലഫി ദാവ ഇൻഫ്ലുവൻസിലൊക്കെ പെട്ട് നിങ്ങൾ കുറച്ചും കൂടി മതമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആദ്യം നിൽക്കുന്ന സാധനം ഈ ചീരണിയുടെ മണമാണ്. പിന്നെ ബിരിയാണി ഇല്ല, കോഴി ബിരിയാണി ഇല്ല, ബിരിഞ്ചി ഇല്ല, പിന്നെ ഉന്നക്കായ ഇല്ല, സമൂസ ഇല്ല, ഒന്നുമില്ല. ആ കൂടി സമൂസ മറ്റോ നോമ്പ് തുറക്കുമ്പോൾ കിട്ടും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ
നല്ല ഓർമ്മകൾ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങും. പിന്നെ നമ്മുടെ മൂക്കിലേക്ക് അടിക്കുന്ന മണം എന്ന് പറയുന്നത് നല്ല അസൽ ചൂട് ചോരയുടെ മണം മാത്രമാണ്. കാരണം എന്താണ്, അവിടെ പിന്നെ അക്രമത്തിൻ്റെ സ്വഭാവമാണ് പൊന്തി വരുന്നത്. മുഹമ്മദ് നബി കൊന്നു തള്ളിയ ആളുകളുടെ ചോരയുടെ മണം വരെ നമുക്ക് അടിക്കാൻ തുടങ്ങും. അതായത് ഇപ്പോൾ മുഹമ്മദ് നബിയുടെ പുറത്ത് ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടിട്ട ആളോട് മുഹമ്മദ് നബി ക്ഷമിച്ചു, അത് വളരെ ക്ഷമാശീലനായ മുഹമ്മദ് നബി എന്നൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കും. പക്ഷേ പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ ബാഹുബലി 2 ഈ പറയുന്ന ആളെ ബദറിൽ വെച്ച് തെരഞ്ഞു പിടിച്ച് കൊന്നു, അയാളെ തല വെട്ടി, എന്നിട്ട് അയാളോട് ആ പറയുന്ന ആളെ കിണറ്റിലേക്ക് തള്ളി, എന്നിട്ടും കലി തീരാഞ്ഞവൻ മറ്റേ അതിന് ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞ മാതിരി കിണറ്റിലേക്ക് തുപ്പുകയും ശപിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം പ്രതികാരദാഹിയായിട്ട് നടക്കുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകനെയാണ് നമ്മളിവിടെ മാതൃകയാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പറ്റൂലട്ടാ എന്ന് പറയേണ്ടി വരുന്നതാണ്. അത് നമ്മളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ വേണേൽ ആയിക്കോളി എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞ പോലെ പല പല കാരണങ്ങൾ നമ്മൾ പറയുമ്പോൾ അവിടെ പിന്നെ വരുന്നത് ഇത്തരത്തിലുള്ള ദുഷിച്ച ഓർമ്മകൾ, അളിഞ്ഞ കഥകൾ, ഈ എന്താണ് ലൈംഗിക അരാജകത്വം, ഇവർ നമ്മളെയൊക്കെ ആരോപിക്കുന്ന സംഗതിയുണ്ട്. നമ്മൾ എന്തിനാണ് ഈ മതം വിട്ട്, ഇതൊക്കെ സത്യത്തിൽ ചെയ്ത് നടന്നത് മുഹമ്മദ് നബി തന്നെയാണ്. എന്നുവെച്ചാൽ തോട്ടത്തിലൂടെ നടന്നു വന്ന് പെണ്ണിൻ്റെ മേത്ത് വരെ കൈവച്ചിട്ട് ഒരു കളി തരുമോ കരളയെന്ന് ചോദിച്ച ആളാണ് ഈ പ്രവാചകൻ എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ പിന്നീട് അറിയുമ്പോൾ ഓ ഇത്രയ്ക്ക് ചീപ്പാണോ ഈ പറയുന്ന ആർട്ടിസ്റ്റ് പ്രവാചകൻ എന്ന് നമ്മൾ ചോദിച്ചു പോയി. പിന്നെ ഈ നല്ല ഓർമ്മകൾ, ഒപ്പനപ്പാട്ടും ഈ പറയുന്ന ബെയ്ത്തും ഈ പറയുന്ന ബിരിയാണിയോ കോഴി ബിരിയാണിയോ ബിരിഞ്ചിയോ ഉന്നക്കായയോ ഇതൊന്നും പിന്നെ ഇല്ല. പിന്നെ ഉള്ളത് ഇതുപോലുള്ള സാധനങ്ങൾ മാത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എത്ര പേർക്ക് ഇതിനകത്ത് നിൽക്കാൻ കഴിയും? ഇന്നത് മൂടി വെക്കാൻ കഴിയില്ല. പണ്ട് ഇത് അറിയാനുള്ള വഴിയില്ല. ഇന്ന് ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഇത് നാട്ടുകാർ അറിയാൻ തുടങ്ങി. ഇതാണ് ഇതിൻ്റെ വഴി, ഇതിൻ്റെ പ്രശ്നം എങ്ങനെയാണ് ഇസ്ലാം നേരിടുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇതിപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ആളുകളെ കൊന്നു തള്ളുക എന്ന് പറയുന്ന ഈ മതം ഉപേക്ഷിക്കുന്ന ആളുകളെ ഭ്രഷ്ട് കൽപ്പിക്കുക, അല്ലെങ്കിൽ അവർ കൊന്നു തള്ളുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഈ തരം കൾട്ടുകളുടെ ഒരു സ്വഭാവമാണ്. അതിപ്പോൾ ഇസ്ലാമിന് മാത്രമൊന്നുമല്ല, അതിപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാര്യമാണ്. കരിങ്കാലികൾ എന്ന് വിളിച്ചുകൊണ്ട് അവരെ തുറങ്കിലടയ്ക്കുന്നതും, നമ്മൾ ഗുലാഗ് സിസ്റ്റത്തിലൊക്കെ കൊണ്ടുപോയിട്ട് അവരെ കൊന്നു തള്ളിയിരുന്നതും, അതുപോലെ ഹിറ്റ്ലർ ചെയ്തൊക്കെ ഇതേപോലെയുള്ള പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്, ഇന്നിപ്പോൾ ഇറാനിൽ നമ്മൾ കേൾക്കുന്നത്, ഇതെല്ലാം അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നിയമം ഇത് ഇസ്ലാം തന്നെയാണ്, ഇത് മുഹമ്മദ് നബി ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർ ഫേസ് ചെയ്തത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നമുണ്ട്. ഇസ്ലാം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള തെളിവുള്ളപ്പോൾ ഇവർ ഫേസ് ചെയ്ത സംഗതി മുഹമ്മദ് നബി ചെയ്യാത്തത് എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം. അത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. രണ്ട്, നിങ്ങൾ മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾ വലിയ തോതിൽ പറഞ്ഞു വെക്കുമ്പോൾ ഈ ത്വരീക്കത്തിലുള്ള ആളുകളെ നിങ്ങൾ ഒഴിവാക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ത്വരീക്കത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം അത് എത്രയാണ് നിങ്ങൾ ഒഴിവാക്കിയത് എന്നൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങൾ പെടും എന്നുള്ളത്. കാരണം നിങ്ങൾ എണ്ണ എടുക്കുന്ന സമയത്ത് എക്സ് മുസ്ലിങ്ങളെ പോലും നിങ്ങൾ എണ്ണാറുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ലോകത്ത് മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു നിങ്ങൾ പറയുമ്പോൾ ആ എണ്ണത്തിൽ എക്സ് മുസ്ലിങ്ങളുണ്ട് എന്ന ഇത് നിങ്ങൾ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ത്വരീക്കത്തുകാരെ തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു മുസ്ലിം വർധന നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. പിന്നെ അവസാനമായിട്ടൊരു കാര്യം, ഒരു യൂസുഫ് അൽ കർലാവി എന്ന് പറയുന്ന ഒരു മത നേതാവ്, ഒരു പ്രധാനപ്പെട്ട ഈ ഇസ്ലാമിക് മുസ്ലിം ബ്രദർഹുഡിൻ്റെയൊക്കെ നേതാവായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ആള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, മതം ഉപേക്ഷിക്കുന്നവനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇന്ന് ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ ഈ സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. അതായത് ഞാൻ ചോദിച്ചല്ലോ, ഇതിങ്ങനെയാവുമ്പോൾ ആളുകൾ കൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഇതില്ലാതെയാവില്ലേ ഈ സാധനം എന്ന് ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞു, ഇത് ഇങ്ങനെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു രീതിയും ആ ആളെ ഒറ്റപ്പെടുത്തുകയും അവരെ ആക്രമിക്കുന്നൊക്കെ ഒരു രീതി ഉണ്ടാകുമ്പോൾ ആളുകൾ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകില്ല എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞു. ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെയും രീതി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മതം ഉപേക്ഷിക്കുന്നവനെ കൊല്ലുക എന്ന നിയമം തന്നെയാണ് ഇസ്ലാമിന് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ആഗോള തലത്തിൽ നിലനിൽക്കുന്ന മനുഷ്യാവകാശ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പോലെയുള്ള ഈ ബഹുസ്വര രാജ്യങ്ങളിൽ, മതേതരമായിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളിലുള്ള ആ പ്രിൻസിപ്പിൾസ്, ഹ്യൂമൻ റൈറ്റ്സിന് വില കൽപ്പിക്കുന്ന രാജ്യങ്ങൾ, അവിടെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇനി പരിഷ്കരിക്കപ്പെടുന്നൊരവസ്ഥ വരെയും അത് നിഷേധിക്കപ്പെടുന്ന വേളയിൽ സ്റ്റേറ്റ് തന്നെ ഇടപെടുന്നൊരവസ്ഥയും ഉണ്ടായാൽ മതം ഉപേക്ഷിക്കുന്നത് ഒരു കുറ്റമല്ലാതെയാകും. അതിന് വേണ്ടി വാളെടുക്കാൻ വരുന്ന ആളുകൾ തുറങ്കിലടയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഈ മതങ്ങളൊക്കെ തകരും. പ്രത്യേകിച്ച് ഇസ്ലാം തകരും, ത്വരീക്കത്ത് തകരും, എല്ലാം തകരും. ഇതിപ്പോൾ അഹമ്മദിയാക്കൾ വരെ കൊണ്ടു നടക്കുന്ന സംഗതിയാണ്. അതും കൂടി പറയണം. ഇതിപ്പോൾ ത്വരീക്കത്തിൻ്റെ മാത്രം വിഷയമൊന്നുമല്ല. അഹമ്മദിയാക്കളുടെ ഇടയിലും ഇത് വലിയ പ്രശ്നമാണ്. അവർക്കും ഇതേപോലെ പച്ചയ്ക്കൊന്നും പുറത്ത് വരാൻ കഴിയും. നമ്മുടെ ഒരു സുഹൃത്തായിട്ടുണ്ടായിരുന്ന ഒരാൾക്ക് ഇതേപോലെ ഫേസ് ചെയ്തതാണ്. കൊലവിളിയായിരുന്നു. ആളുടെ വീട്ടിൽ വന്ന് ആക്രമിക്കാനുള്ള ശ്രമം വരെയാണ് നടത്തിയത്. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഇദ്ദേഹത്തെ 3 ദിവസം മുന്നെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനെ വിമർശിക്കുന്നതിൻ്റെ കാരണം. ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തിനാണ് ഇത്രമാത്രം ഇതിനോട് എതിർപ്പ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു, അള്ളാഹു ഉണ്ടായതുകൊണ്ടോ മുഹമ്മദ് നബി ഉണ്ടായതുകൊണ്ടോ അല്ല നമ്മുടെ പ്രശ്നം. ഇവരൊക്കെ നമ്മുടെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു. ഇത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു, വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നു, സാമൂഹികമായിട്ട് ഛിദ്രത ഉണ്ടാക്കുന്നു.
മതേതരമായിട്ടിരിക്കേണ്ട ഇടങ്ങളെ മതകീയമാക്കി മാറ്റുന്നു, മതഭ്രാന്തന്മാരാൽ അത് നിയന്ത്രിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കുന്നു എന്നതൊക്കെ തന്നെയാണ് ഇതിനെ നമ്മൾ പൊളിച്ചു കാണിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു അവസ്ഥ ഇവിടെ സൃഷ്ടിച്ചു വെക്കുന്നത്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ മതത്തോടുള്ള വിരോധത്തിൻ്റെ പേരിലല്ല നമ്മൾ പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന സാധനമായിട്ട്, നമ്മളെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന സാധനമായിട്ട് മാറുന്നു, വ്യക്തികളുടെ ജീവിതത്തെ അത് കുട്ടിച്ചോറാക്കുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കാത്ത ആളുകളുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ആളുകളും ഓരോ വിശ്വാസികളും സ്വയം ചോദിക്കുക, നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മതം നിങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇവിടെ റിയാസിൻ്റെ ഭാര്യയും ഭാര്യയുടെ സഹോദരിയും പറഞ്ഞ കാര്യമാണ് അവിടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം എന്താണ്, അവർ ഇതിനകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലല്ല ഇത് പുറത്തേക്ക് വരാൻ അവർ ആലോചിച്ചതോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറായതോ. അവർ അതിനകത്ത് നിൽക്കുമ്പോൾ പോലും അവർ ഫേസ് ചെയ്യുന്ന ചില ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ ഈ മതം അവരിൽ ഉണ്ടാക്കി വെക്കുന്ന ഈ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്ന രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അവർക്ക് സ്നേഹബന്ധം ഉയർത്തി വെക്കണമെന്ന് അവർ തോന്നുമ്പോൾ പോലും അതിനെ പോലും തടയുന്ന രീതിയിൽ ഈ ഒരു ആശയം കടന്നു വരുമ്പോൾ, ഇസ്ലാം കടന്നു വരുന്നത് അങ്ങനെ. ഇപ്പോൾ നമ്മളൊക്കെ ഉമ്മയുടെ കാര്യമൊക്കെ പറയുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. സ്വന്തം ഉമ്മ പറയുന്ന കാര്യങ്ങളാണ്, നിനക്ക് വിഷം കലക്കി തന്നേനെ എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ, ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു ഉമ്മയെ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ മത ആശയത്തിൻ്റെ പ്രശ്നം. ഈ വൈറസ് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനത്തിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് എന്നുള്ളത്. ഇതാണ് അതിൻ്റെ കാരണം. ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങളൊന്ന് എടുത്തിട്ട് വായിക്കുക. ഈ മതം വിട്ടവനെ കൊല്ലാൻ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കേരളത്തിലെ സമസ്തയുടെ മദ്രസയിൽ 12ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് നമ്മളൊക്കെ തന്നെയാണ് പുറത്ത് കൊണ്ടുവന്നത്. അത് അവസാനം അവർക്ക് വീഡിയോ യൂട്യൂബിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നത്. പക്ഷേ നമ്മുടെ ഇടയിൽ ഇപ്പോഴും അത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. മതം ഉപേക്ഷിച്ചവനെ ആദ്യം പിന്തിരിയാനും പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരവസരം കൊടുക്കുന്നു. എന്നിട്ടും അവൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭരണാധികാരി അവനെ ഉടനെ കൊന്നു കളയണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഒരു പച്ചയായ ഒരു രീതി എന്ന് പറയുന്നത്. ഇസ്ലാം ഒരു ഫാഷിസമാണെന്ന് പറയുന്നതിൻ്റെ കാരണമാണ് ഇസ്ലാമ ഫാഷിസത്തെക്കുറിച്ച് നമ്മളിനി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ചെറിയ രൂപത്തിലായിക്കോട്ടെ വലിയ രൂപത്തിലായിക്കോട്ടെ മറ്റ് അവാന്തര വിഭാഗങ്ങളായി മാറുമ്പോൾ പോലും അവരതിനകത്ത് പിന്തുടരുന്നത് ഇത്തരത്തിലുള്ള ഫാഷിസ്റ്റ് സ്വഭാവമാകുമ്പോൾ അതെല്ലാം അവർ കടമെടുക്കുന്നത് അല്ലെങ്കിൽ അവരത് കോപ്പി ചെയ്യുന്നത് അത് ഈ ഇസ്ലാമിൻ്റെ ആ ഒറിജിനൽ വേർഷൻ തന്നെയാണ് എന്നും കൂടി ഇവിടെ നമ്മൾ പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. കേട്ടിരുന്ന ആളുകൾക്ക് നന്ദി. ഈ വിഷയം നിങ്ങൾ കട്ട് ചെയ്ത് വരുമ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. നമ്മളോട് സംസാരിക്കാൻ തയ്യാറായ റിയാസിന് വലിയ നന്ദി. അദ്ദേഹത്തിൻ്റെ കൂടെ ആ പത്രസമ്മേളനത്തിൽ വന്ന് ആ ബുദ്ധിമുട്ട് അറിയിച്ച ആളുകളോടും എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. നിങ്ങളോടൊപ്പം നമ്മളുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സമൂഹം നിങ്ങളെ ഏതെങ്കിലും വിധേന കൈയൊഴിഞ്ഞതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ടോ നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മളൊക്കെ സർവൈവ് ചെയ്തത് ഈ സമൂഹം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ നടത്തിയത് ഒരു നല്ല നീക്കം. നമ്മളെപ്പോഴും പറയുന്നുണ്ട്, സഹായം അഭ്യർത്ഥിക്കാൻ അല്ലെങ്കിൽ അത് വിളിച്ച് പറയാം. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം നമുക്ക് പുറത്ത് പറയാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഈ പ്രശ്ന പരിഹാരത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. നമുക്ക് പ്രശ്നം തിരിച്ചറിയാൻ കഴിയുകയും അതൊരാളെ അറിയിക്കാൻ കഴിയുകയെന്ന് ചെയ്യുന്നത് തന്നെ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒടുങ്ങിപ്പോവും. അതാണ് ഉണ്ടാവുക. നമ്മൾ ഒരു മൂലയിലായി അത് ഡിപ്രഷനിലേക്കൊക്കെ പോയി നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ ഏതായാലും എടുത്തിരിക്കുന്നത് വളരെ ബോൾഡായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇത് നിങ്ങളുടെ സർവൈവൽ എളുപ്പമാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സമൂഹം നിങ്ങളോടൊപ്പം ഉണ്ട്, ബോധമുള്ള മനുഷ്യന്മാർ ചുറ്റിനുണ്ട് എന്ന ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.